ആകാശച്ചുഴിയിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ പൈലറ്റ് ഡ്രഗ് ടെസ്റ്റിൽ പോസിറ്റീവെന്ന് റിപ്പോർട്ട്. വിമാനത്തിന്റെ ക്യാപ്റ്റന്റെ രക്തപരിശോധനയിൽ സൈക്കോ ആക്റ്റീവ് ലഹരി വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് വിവരം. ഓഗസ്റ്റ് 4-നാണ് വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടത്. വിമാനത്തിന്റെ ക്യാപ്റ്റൻ ഡ്രഗ് ടെസ്റ്റിൽ പോസിറ്റീവെന്ന റിപ്പോർട്ട് ഔദ്യോഗികമായി എയർ ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല. പൈലറ്റിനെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട് 2 ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 17 പേർക്കാണ് പരിക്കേറ്റത്. ഇതേ തുടർന്നാണ് പൈലറ്റുമാരുടെ പോസ്റ്റ് ഫ്ലൈറ്റ് പരിശോധന നടത്തിയത്. ക്യാപ്റ്റന്റെ പരിശോധനയിൽ സൈക്കോ ആക്റ്റീവ് ലഹരി വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് വിവരം. ആകെ 134 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ആകാശച്ചുഴിയിൽപ്പെട്ട വിമാനത്തിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ആർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടില്ലെന്നാണ് എയർ ഇന്ത്യ പ്രസ്താവനയിലൂടെ അറിയിച്ചത്. ആകാശച്ചുഴിയിൽപ്പെട്ട് സഞ്ചരിച്ചിരുന്ന ഉയരത്തിൽ നിന്ന് ഏകദേശം 300 അടി താഴ്ചയിലേക്ക് വിമാനം പതിക്കുകയായിരുന്നു. യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യമെന്നും സംഭവത്തിൽ എല്ലാ അന്വേഷണവുമായി സഹകരിക്കുമെന്നും എയർ ഇന്ത്യ നേരത്തെ അറിയിച്ചിരുന്നു. DGCAയും സംഭവത്തിൽ അന്വേഷണം നടത്തുകയാണ്. ജനം, ഡൽഹി.